സ്വപ്നം കാണുക വളരെ മനോഹരമാണ്. എന്നാൽ ജീവിതത്തിൽ അങ്ങനെയല്ല. സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ ഒരു ദൈവസങ്കേതത്തിൽ നിന്ന് പറന്നുയരുന്ന ക്രിയാത്മകതയാണ്. അവ അഭിലാഷങ്ങളുടെ ഉജ്ജ്വലമായ രംഗങ്ങളായി പൂക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. പറയാത്ത കഥകളും വികാരങ്ങളും അപൂർവമായ ദർശനങ്ങളും കുശുകുശുപ്പുകളും ഉണർവിൻ്റെ അതിർവരമ്പുകൾ മറികടക്കുന്നു. സ്വപ്നങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സുകളുടെ സാരാംശം വഹിക്കുന്നു. കാണാത്തതിനെ അനാവരണം ചെയ്യുകയും അദൃശ്യമായതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ കഠിനമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ സ്വപ്നങ്ങൾ പലപ്പോഴും മൂർത്തമായ ലോകത്തിൻ്റെ പരിധികളാൽ ഒതുങ്ങിപ്പോകുന്നു. സ്വപ്നങ്ങൾക്ക് മാത്രം യാഥാർത്ഥ്യത്തിലേക്കുള്ള പാത വെട്ടിത്തെളിക്കാൻ കഴിയുകയില്ല. അത് നമ്മുടെ അവ്യക്തമായ മരീചികയെ കാണാനും ഓടിയകലാനും സഹായകമാകുന്നു. സ്വപ്നങ്ങൾ ഉറച്ച തീരുമാനം, കഠിനാധ്വാനം, വഴങ്ങാത്ത ദൃഢനിശ്ചയം എന്നിവയാൽ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ മൂർത്തമായ യാഥാർത്ഥ്യങ്ങളായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ അഭിലാഷങ്ങളിലേക്ക് ജീവൻ ശ്വസിക്കപ്പെടുകയും പുരോഗതിയുടെ ഊർജം പകരുകയും ചെയ്യുമ്പോൾ നാം വിഭാവനം ചെയ്ത ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. ജീവിതം സ്വപ്നങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന അതിമനോഹരമായ ക്യാൻവാസാണ്. അത് ഉള്ളിൽ മിന്നിത്തിളങ്ങി തീഷ്ണതയോടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ഇതൊരു തീവ്രമായ പിന്തുടരലാണ്. പരീക്ഷണങ്ങളും വിജയങ്ങളും നിറഞ്ഞ ഒരു യാത്രയാണ്. അവിടെ സ്വപ്നങ്ങൾ ചിറകുകൾ ഉയർത്തുകയും അചഞ്ചലമായ സമർപ്പണത്തോടെ അതിനെ പിന്തുടരുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഉയരുന്നു. സ്വപ്നങ്ങൾ വെറുമൊരു ജൽപ്പനങ്ങളല്ല, അവ മാറ്റത്തിനുള്ള ഉത്തേജകമാണ്. അവയെ ആശ്ലേഷിക്കുക എന്നത് സാധാരണമായതിനെ മറികടന്ന് അസാധാരണമായത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാക്കി തീർത്തുകൊണ്ടാണ്. കേവലമായ ആഗ്രഹങ്ങളെ മറികടന്ന് യാഥാർത്ഥ്യത്തിൻ്റെ അജേയമായ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവ ജീവിതനിധിയായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ജീവിതം ധന്യമാകുന്നു, സുന്ദരമാകുന്നു. നിങ്ങൾക്ക് നന്ദി.